കൊല്ലവർഷം 1201 ധനുമാസം മുതൽ 1202 ധനുമാസം വരെയുള്ള ഒരു വർഷത്തെ ജ്യോതിഷഫലങ്ങളാണ് പ്രവചിക്കുന്നത്. അതായത് 16-12-2025 മുതൽ 14-1-2027 വരെയുള്ള ഒരു വർഷത്തെ ഫലങ്ങളാണ്. അത് ധനുക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. മൂല നക്ഷത്രം, പൂരാട നക്ഷത്രം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. ഈ ഒരു വർഷ കാലയളവിൽ ഓരോ മാസത്തെയും വേർതിരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ ധനുമാസത്തെയാണ്. നാൽക്കാലികളെ വളർത്തി അവർ അതിനെ വ്യാപാരം നടത്തി ജീവിക്കുന്ന ആൾക്കാർക്ക് വളരെ ലാഭമുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ക്ഷീര കർഷകർക്കും വളരെ ലാഭം കിട്ടുന്നൊരു സമയമാണ്. അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും അവരെ കണ്ടുപിടുത്തങ്ങൾക്കും പ്രോജക്റ്റ് വർക്കിനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അതിനും എല്ലാം ഒരു നല്ല ഒരു സമയമാണിത്. ഈ സമയം നിങ്ങൾക്കത് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതിൻ്റെ അംഗീകാരം കിട്ടും. അതുപോലെ തന്നെ പേറ്റൻറ്റിനും അംഗീകാരം കിട്ടുന്ന ഒരു സമയവും കൂടിയാണിത്. രോഗങ്ങളും വേദനകളാൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നൊരു മാസമാണ്. ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നൊരു മാസമാണ്. ബുദ്ധിസാമർഥ്യം വിലപ്പോകാതെ ചില സമയങ്ങളിൽ യുക്തിയും കൂടി നിങ്ങൾ യുക്തിപൂർവ്വം ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സൽക്കർമ്മങ്ങൾക്കൊക്കെ വളരെയധികം ഫലം കിട്ടുന്ന ഒരു മാസവും കൂടിയാണ്. ദാനാദി കർമ്മങ്ങളെല്ലാം ചെയ്യുക. അടുത്ത ധനുമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. കൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നല്ല ലാഭം കിട്ടുന്ന ഒരു മാസമാണ്. അതായത് കൃഷി എല്ലാ രീതിയിലുള്ള ധാന്യത്തോട്ട വിളകൾക്കെല്ലാം നല്ല ലാഭം കിട്ടുന്ന, കർഷകർക്കെല്ലാം നല്ല ലാഭം കിട്ടുന്ന ഒരു മാസവും കൂടിയാണ്. അതുവഴി അവർക്ക് ധനസമൃദ്ധി ഉണ്ടാകാം. നിങ്ങളെ ആദരിക്കാനുള്ള ഒരു ഇതുണ്ട്. അതായത് കർഷക സ്ത്രീയായിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു അവാർഡ് നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്കൊരു ബഹുമാനം തരാനുള്ള ഒരു ഇതും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നാൽക്കാലി വളർത്തി ജീവിക്കുന്ന കർഷകർക്കും ക്ഷീര കർഷകർക്കൊക്കെ നല്ല ലാഭം കിട്ടുന്നൊരു സമയമാണ്. വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാം. ബന്ധുക്കളോട് ഉള്ള പിണക്കവും എല്ലാം കുറഞ്ഞിട്ട് അവരുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ സാധിക്കും. ലോൺ റിക്കവറിയോ അതുപോലെ സർക്കാരിന് അടയ്ക്കേണ്ടിയിരുന്ന പണത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ അതെല്ലാം ഈ മാസം ഒന്ന് നിർത്തിവെക്കുന്നു, ശാന്തി ലഭിക്കുന്നു. അതുപോലെ ചതി പറ്റാനുള്ള, അന്യന്മാരിൽ നിന്നും ചതി പറ്റാനുള്ള ഒരു സമയമാണ്. പക്ഷേ അത് ചതി പറ്റാണ്ട് ശ്രദ്ധിക്കുക. എല്ലാ ഭാഗ്യം ഉണ്ടെങ്കിലും അനുഭവിക്കാനുള്ള ഒരു യോഗം, അതൊരു തടസ്സം കാണുന്നു അവിടെ. അതുകൊണ്ടായതിനാൽ അത് എന്ത് കാര്യത്തിന് പോയിരുന്നാലും വിഘ്നങ്ങളെല്ലാം മാറ്റുന്ന ഭഗവാനായ ഗണേശ്വരനെ പൂജിച്ചിട്ട് പോവുക. അടുത്ത കുംഭമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. അധികാരമുള്ള ഒരു പദവി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് പൊതുജന പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമാണ്. അത് നല്ല രീതിയിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചില മുകളിൽ നിന്നുള്ള മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ ഉള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കാം. അത് പറഞ്ഞല്ലോ, മേലധികാരികളെ കോപത്തിന് ഇടയാകാം. ഈ ചില സന്ദർഭങ്ങളിൽ അവരുടെ കോപത്തിന് ഇടയാകേണ്ട ഒരു സാധ്യതയുണ്ട്. അതിനൊരു ഇടവരുത്താതെ നിങ്ങൾ പോവുക. ബുദ്ധിശക്തിയും വാക് സാമർഥ്യവും ഒക്കെ നിങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. മനോദുഃഖം വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ദമ്പതിമാർ തമ്മിലുള്ള ഒരു പിണക്ക നിമിത്തമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായി ദമ്പതിമാർ തമ്മിൽ അകന്ന് താമസിക്കുകയോ ചെയ്യുന്നതായിട്ട് ഉള്ളൊരു കാണുന്നുണ്ട്. അവിടെ ആ ഒരു ദുഃഖം കാണുന്നുണ്ട്, ഒരു വേർപിരിയലായിട്ട്. അടുത്ത മീനമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ഈശ്വര കടാക്ഷം വളരെ ലഭിക്കുന്ന ഒരു മാസമാണ്. ധനലാഭം ഉണ്ടാകാം നല്ല രീതിയിൽ. ശത്രുശല്യം കുറയുന്നു. ബന്ധുജനങ്ങളുടെയും ഉറ്റമിത്രങ്ങളുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉയർന്ന പദവിയുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാം. അതുപോലെ നാൽക്കാലികളെ വളർത്തി ഉപജീവനം നടത്തുന്നവർക്കും ക്ഷീരകർഷകർക്കൊക്കെ വളരെ ലാഭം കിട്ടുന്ന ഒരു മാസമാണ്. വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് സാധിച്ചു കിട്ടും. അതുപോലെ തന്നെ രോഗങ്ങളെല്ലാം ഒന്ന് ശമിക്കുന്നതിനുള്ള എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശമിക്കാം. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്കൊരു അനുഭവ യോഗം എല്ലാം ഉണ്ടെങ്കിലും അനുഭവിക്കാനൊരു യോഗമില്ലാത്തൊരു അവസ്ഥ വരാം. അതിന് തടസ്സങ്ങളാണ്, ഒരു തടസ്സമായത് വരുന്നത്. ആ തടസ്സങ്ങൾ മാറാൻ, വിഘ്നങ്ങളെല്ലാം മാറിക്കിട്ടാൻ വിഘ്നങ്ങളൊക്കെ മാറ്റുന്ന ഗണപതി ഭഗവാനെ ശരണം പ്രാപിക്കുക. അതുപോലെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും നിങ്ങളാൽ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. നിങ്ങളുടെ കണ്ണെല്ലായിടത്തും ഉണ്ടായിരിക്കണം.
അല്ലെങ്കിൽ ധനനാശം വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് അശ്രദ്ധ കാണിച്ചാൽ മാത്രമേ വരൂ. അടുത്ത മേടമാസത്തെ ഫലങ്ങളാണ് വരുന്നത്. ഒരു സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പൊതുജനപ്രവർത്തകർക്കൊക്കെ സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ നാൽക്കാലി വളർത്തി ഉപജീവനം നടത്തുന്നവർക്കും ക്ഷീരകർഷകർക്കൊക്കെ നല്ലൊരു സമയവും കൂടിയാണിത്. ഈ ഒരു ശത്രുനാശം വരാം. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ദമ്പതിമാർ തമ്മിലുള്ള വഴക്കും ബഹളങ്ങളൊക്കെ മാറുകയും അവർക്ക് യോജിച്ച് പോകാനും ആയിട്ട് സാധിക്കുന്നു. അതുപോലെ അശ്രദ്ധ കാണിക്കാതിരുന്നാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നില്ല. ചില രോഗങ്ങൾ നിങ്ങളെ തലപൊക്കാം. അതെല്ലാം ചികിത്സ കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അടുത്ത് ഇടവ മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. കാര്യങ്ങളെല്ലാം ഒരുവിധം തടസ്സമില്ലാതെ നടന്നു പോകുന്നു. സ്ഥാനക്കയറ്റം ലഭിക്കാം. നാൽക്കാലികളെ വളർത്തി ഉപജീവനം നടത്തുന്നവർക്ക് വളരെ ലാഭമാണ്. അതുപോലെ ക്ഷീരകർഷകർക്കും നല്ല ലാഭമാണ്. അതുപോലെ നാണ്യവിള, തോട്ടവിള, കാർഷിക മേഖലയിലെ കർഷകർക്കും വളരെയധികം ലാഭം കിട്ടുന്ന ഒരു മാസമാണ്. അതുപോലെ മറ്റുള്ള വ്യാപാരികൾ, സുഗന്ധവ്യഞ്ജനം വ്യാപാരം നടത്തുന്നവർക്കും എല്ലാവർക്കും നല്ല ലാഭമുള്ള ഒരു മാസമാണ്. അതുപോലെ കുടുംബത്തിലെ ഐക്യവും സമാധാനവും ഉണ്ടാകാം. നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടുന്നതിനുള്ള ഒരു മാസം കൂടിയാണ്. ഇപ്പം മികച്ച വ്യാപാരി എന്ന നിലയിലൊക്കെ അംഗീകാരം കിട്ടേണ്ട ഒരു സമയമാണ്. വ്യാധികളെല്ലാം കുറയുന്നു, ശത്രുശല്യം കുറയുന്നു, തടസ്സങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന ഒരു മാസമാണ്. അടുത്ത മിഥുന മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ കുറയുന്നു. അതുപോലെ തന്നെ ശത്രുക്കളുടെ ശല്യം കുറയുന്നു. മക്കൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ മിഥുന മാസത്തിൽ അതെല്ലാം കുറവാകുന്നു. കഠിനമായ ദുഃഖങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല. ചില പോലീസ് പരാതികളും കോടതി കേസുകളും ഉണ്ടാവാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അത് ഔദ്യോഗികപരമായിട്ടോ അല്ലാതെയോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിമാൻഡ് ആകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. വീട്ടിലേക്കുള്ള ഉപകരണങ്ങളെല്ലാം വാങ്ങാൻ നിങ്ങൾ തയ്യാറെടുത്തിരുന്നതാണ്, പക്ഷേ അതിനൊരു തടസ്സങ്ങൾ കാണുന്നുണ്ട്. ദമ്പതിമാർ തമ്മിൽ പിണങ്ങേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വഴക്കുണ്ടാക്കാതെ മുന്നോട്ട് പോവുക. അശ്രദ്ധ കാണിക്കാണ്ടിരിക്കുക. അശ്രദ്ധ കാണിച്ചാൽ സാമ്പത്തിക നഷ്ടവും പരാജയവും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്ത കർക്കിടക മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. വീട് വാങ്ങാനോ, അതായത് വീടോടുകൂടി വാങ്ങാനോ സ്ഥലവും കൂടി വാങ്ങാനോ, അതല്ല എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങാനോ, അതല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ച് വീട് നിർമ്മിക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട്. ആരോഗ്യവും നല്ല രീതിയിലായിരിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനില്ല. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കുന്നു. ഒരു അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അധികാരികളിൽ നിന്ന് ഉള്ള ഭയം ഉള്ളത് അവരോടുള്ള ഭീഷണികളൊക്കെ കുറഞ്ഞു വരുന്നു. ഒരു ട്രസ്റ്റ് പിന്നെ ചില സന്നദ്ധ ട്രസ്റ്റുകളുടെ, അതായത് സംഘടനകളുടെ, ക്ലബ്ബുകളുടെയൊക്കെ നിങ്ങൾ അമരത്ത് വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. പല രോഗങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നെങ്കിൽ അതിൻ്റെ കാഠിന്യമൊക്കെ കുറയാം. അതുപോലെ ദാനാദി കർമ്മങ്ങൾ മുടക്കം വരാതെ നിങ്ങൾ ചെയ്യുക. അടുത്ത ചിങ്ങമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. സർക്കാർ ജോലിയോ വേണ്ടി കാത്തിരിക്കുന്നവർക്കോ പ്രൈവറ്റ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കോ ഈ മാസം, അത് മറ്റുള്ള കടമ്പകളെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാത്തിരിക്കുന്നവർക്ക് ഈ മാസം ജോലിയിൽ പ്രവേശിക്കാൻ നിയമന ഉത്തരവ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നോ പ്രൈവറ്റിൽ നിന്നോ ഉള്ള അടങ്കൽ കരാറുകൾ എടുക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെ എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കുന്നതിനും ജോലി തുടരുന്നതിനും അവർക്ക് സാധിക്കുന്നു. അതുമൂലം ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാം. അതുപോലെ തന്നെ നാൽക്കാലികളെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് വ്യാപാരം നടത്തുന്ന ആൾക്കാർക്ക് വളരെ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒരു മാസം കൂടിയാണ്. അതുപോലെ തന്നെ ക്ഷീര കർഷകർക്കും നല്ല ലാഭം കിട്ടുന്നു. അതുപോലെ വലിയ രീതിയിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് മാറിക്കിട്ടുന്നു. വിശേഷിച്ചും കണ്ണിൻ്റെയും ഉദരത്തിൻ്റെയും രോഗങ്ങൾ നിമിത്തം, വേദന ഒക്കെ നിമിത്തം കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരു ശസ്ത്രക്രിയ മൂലം അതെല്ലാം പരിഹരിക്കാനായിട്ട് ഈ മാസം സാധിക്കുന്നു. അശ്രദ്ധ കാണിച്ചാൽ നിങ്ങൾക്ക് ധനനഷ്ടമുണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെയായിട്ട് ഉള്ള വ്യാപാരത്തിലെല്ലാം നിങ്ങളുടെ തന്നെ ശ്രദ്ധ പൂർണ്ണമായിട്ടുണ്ടായിരിക്കണം. ഇത് കോപം മൂലം വഴക്കും ബഹളവും അപമാനമൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. കോപങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. മനോദുഃഖം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനഹാനിയും വരാൻ സാധ്യത. ഇത് രണ്ടും ചതവിൽപ്പെടുത്തി നിങ്ങൾക്കൊരു മാനഹാനി ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ചതവിൽപ്പെടാതെ നോക്കുക. അടുത്ത കന്നിമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ശത്രുശല്യം കുറയാം.
ധനലാഭം പ്രതീക്ഷിക്കാം. ബന്ധുമിത്രാദികളുടെയും ഉറ്റ സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നാൽക്കാലികളുടെ വ്യാപാരം നടത്തുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ കർഷകർക്ക് എല്ലാ രീതിയിലും നാണ്യവിളകളും തോട്ടുവിളകളും കർഷകർക്ക് ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റുള്ള വ്യാപാരികൾക്കും ലാഭം ലഭിക്കാം. കഠിനമായ ദുഃഖങ്ങളെല്ലാം ഒന്നും ഉണ്ടാകുന്നുള്ളൊരു സാധ്യത കാണുന്നില്ല. രോഗങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ശമനം വരാം. ധനനാശം കാണുന്നതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈ ഒരു ധനിക്കൂറുകാർക്ക് ഒരു എല്ലാ മാസങ്ങളിലും അവർക്ക് കർഷകർക്കെല്ലാം, ഏത് കർഷകർക്കായിരുന്നാലും വ്യാപാരികൾക്കായിരുന്നാലും നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണിത്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ദാനാദികർമ്മങ്ങളും പൂജകളൊക്കെ ചെയ്യുക. ഒരു മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പൂജയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. തുലാമാസത്തെ ഫലങ്ങൾ: ഇറങ്ങിത്തിരിക്കുന്ന മിക്ക കാര്യങ്ങളും നടന്നു കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. മനസ്സമാധാനം പ്രതീക്ഷിക്കാം. ദമ്പതിമാർ തമ്മിലും മക്കൾ തമ്മിലുമുള്ള ഐക്യം നിലനിർത്തുന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖലയിലോ അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തി അതിൻ്റെ വ്യാപാരം നടത്തുന്നവർക്കും നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ ഇഷ്ട സ്ഥലത്തേക്ക് പ്രൊമോഷനോടുകൂടി ട്രാൻസ്ഫർ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിലൊരു ചെറിയ തടസ്സമുണ്ട്. ആ തടസ്സം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ തുലാമാസം തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറും പ്രൊമോഷനും ലഭിക്കുന്നതാണ്. സുഖകരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സോടെ വേണം ചെയ്യാനായിട്ട്. ഇത് ദാനങ്ങളായിരുന്നാലും പൂജകളായിരുന്നാലും മനസ്സോടെ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഒരു ഒടിവ് ചതവൊക്കെ വരുന്നതിനുള്ള സാധ്യത ഈ തുലാമാസത്തിലുണ്ട്. അതുകൊണ്ട് ഒടിവും ചതവും വരാതെ നിങ്ങൾ വീഴ്ച ഉണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. രക്തത്തിൽ അണുബാധ ഉണ്ടാവാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹം ഉള്ളവർക്കാണെങ്കിൽ രക്തത്തിൽ ഉള്ള പഞ്ചസാരയുടെ കൂടുതലും കുറവ് നിമിത്തമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വൃശ്ചിക മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. കാര്യങ്ങളെല്ലാം തടസ്സം കൂടാതെ നടന്നു കിട്ടുന്ന ഒരു മാസമാണ്. മനസ്സിന് സന്തോഷം ലഭിക്കാം, സമാധാനം ലഭിക്കാം. ബന്ധുക്കളുടെയും ഉറ്റ മിത്രങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഭാര്യയും ദമ്പതിമാർ തമ്മിലും മക്കളും കുടുംബസമേതം എവിടെയെങ്കിലും വിനോദയാത്ര പോകുന്നതിനോ അല്ലെങ്കിൽ അവിടെ കുറച്ചു കാലം താമസിക്കുന്നതിനോ ഒക്കെ ഉള്ള ഒരു ഇത് കിട്ടുന്നു. അതുപോലെ തന്നെ അധികാരമുള്ള ഒരു ജോലി ലഭിക്കുന്നതിനാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് താമസിക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഔദ്യോഗിക വസതി ലഭിക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കർഷകർക്കും നല്ല ലാഭം കിട്ടുന്ന ഒരു സമയവും കൂടിയാണിത്. അതുപോലെ തന്നെ പുതിയ വ്യാപാരങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്നു. അതുപോലെ ചില മനപ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അതെല്ലാം മാറിക്കിട്ടുന്നു. അതുകൊണ്ട് എല്ലായിടത്തും നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവുക. കാരണം അശ്രദ്ധ കാണിച്ചാൽ ധനനഷ്ടമുണ്ടാകാം. അടുത്ത ധനുമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പല രീതിയിലും ധനം ലഭിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ ശ്രദ്ധിക്കുക. അധികാരമുള്ള ഉദ്യോഗം ലഭിക്കാം. ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കാം. അതിൽ തടസ്സത്തിൽ നിന്നിരുന്ന ഇതുവരെയും മാറിക്കിട്ടാത്ത ബില്ലുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സമ്പത്ത് വരാൻ വേണ്ടിയുള്ള മുടക്കങ്ങളെല്ലാം മാറിക്കിട്ടി നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുന്നു. ചിലപ്പോൾ ലോൺ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ധനലാഭം ധാരാളം പ്രതീക്ഷിക്കാം. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം കുറയുന്നു. തടസ്സങ്ങളും അതുപോലെ മാറിക്കിട്ടുന്നു. രോഗങ്ങൾക്കും കുറവ് വരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ദമ്പതിമാർ തമ്മിൽ വഴക്കിട്ട് മാറി നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാസം യോജിച്ചു പോകാൻ സാധിക്കുന്നു. അതുപോലെ രക്തസംബന്ധമായോ മറ്റുള്ള രോഗങ്ങൾക്കും എല്ലാം അണുബാധയുണ്ടെങ്കിൽ അതിനെല്ലാം കുറവ് വരുന്നു. പൊതുവേ ഈ ധനിക്കൂറുകാർക്ക് പ്രത്യേകിച്ചും വ്യാപാരം നടത്തുന്നവർക്കും കർഷകർക്കും വളരെ ലാഭം കിട്ടുന്ന ഒരു വർഷമാണിത്. എല്ലാ മാസത്തിലും അവർക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാക്കാം. കർഷകർക്കായിരുന്നാലും വ്യാപാരികൾക്കായിരുന്നാലും വളരെ ഒരു ഗുണമുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെയാണ്. നല്ലൊരു വർഷമാണിത് ഈ ധനിക്കൂറുകാർക്ക്. അത് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് തന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വർഷത്തിൽ പുതുവർഷത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.